ഇന്നേ ദിവസം സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കർത്താവിൻ്റെ ബ്ലെസ്സിങ്സ് നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അത് നിന്നെ തേടി കടന്നു വരുന്നുണ്ട്. എല്ലാം ഡിസ്പാച്ച്ഡ് ആണ്. അത് വിശ്വാസത്തിൽ നമുക്ക് സ്വീകരിക്കാം. ദൈവം നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നറിയാമോ? ഇന്ന് വൈകിട്ട് കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു കാര്യം തിരിച്ചറിയണം. നമ്മൾ ഉറങ്ങുമ്പോഴും അല്ലെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ ഈ ഒരു പിക്ചർ ഉണ്ടായിരിക്കണം. ദൈവത്തിന് നിന്നോടുള്ള സ്നേഹം എത്രമാത്രം എന്നറിയോ? നിൻ്റെ അരികിൽ വന്ന് ദൈവസാന്നിധ്യം നിൽക്കുന്നുണ്ട്. നീ കിടന്നുറങ്ങുമ്പോഴും ഉറങ്ങാതെ നിൻ്റെ അരികിൽ അവിടുത്തെ സാന്നിധ്യം നിന്നോടൊപ്പമുണ്ട്. ദൈവം നീയുമായിട്ട് വലിയ സ്നേഹത്തിലാണ്, പ്രണയത്തിലാണ്. ആ സ്നേഹത്തെ നീ തിരിച്ചറിയുമ്പോൾ, നമ്മൾ ആ സ്നേഹത്തെ സ്വീകരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് കൂടുതൽ അനുഭവിക്കുവാൻ ഇടയായിത്തീരുന്നത്. ഇപ്പോൾ എല്ലാ വിശുദ്ധരുടെ ജീവിതം എടുത്ത് നോക്കി, അവർക്ക് ഈ ഒരു സത്യത്തെ അവർ മുറുകെ പിടിച്ചു. സഹനങ്ങളും വിഷമങ്ങളും തിരസ്കരണങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ നടുവിൽ ദൈവസാന്നിധ്യമാണ് അവരെ പിടിച്ചു നിർത്തിയത്. ആ ദൈവസാന്നിധ്യത്തിനെ അല്ലെങ്കിൽ അത് അവർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ഉറച്ച ബോധ്യം, ഞാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ കൂടെ ദൈവത്തിൻ്റെ പ്രസൻസ് ഉണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ആ ഒരു വിശ്വാസമാണ് ദൈവ സാന്നിധ്യത്തെ, ദൈവത്തിൻ്റെ പവറിനെ, അതിൻ്റെ ആ ഒരു പ്യുവർ ഫോമിൽ നമ്മളിലേക്ക് എത്തിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ, ഏത് ജാതിയിലോ മതം, അതൊന്നുമല്ല. ഇന്ന് ഈ ദൈവസ്നേഹത്തെ, യേശുവിൻ്റെ ഈ സാന്നിധ്യത്തെ ഇന്ന് സ്വീകരിക്കുന്ന ഒരാത്മാവിനാണ് നമുക്ക് ക്ഷമിക്കുവാനും വിട്ടുകൊടുക്കുവാനും ഒക്കെ ആ സാന്നിധ്യം നമ്മളെ പ്രേരിപ്പിക്കും. പോട്ടെ, അത് ക്ഷമിക്ക്, അവരെ അനുഗ്രഹിക്ക്. ആ സാന്നിധ്യം, അതാണ് യഥാർത്ഥ മോക്ഷ അനുഭവം എന്ന് പറയുന്നത്. നിത്യതയിൽ ആ സാന്നിധ്യത്തോടൊപ്പം വിശ്രമിക്കുന്ന അനുഭവം. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വേറൊരു രാജ്യത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ദൈവം ഈ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഉള്ള ഒരു വരം, ഒരു കൃപ നൽകിയ സമയത്ത് ആ ഒരു ഗിഫ്റ്റ് ഓപ്പറേഷൻ പരിശുദ്ധാത്മാവ് നിരവധി സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് എതിർപ്പുകളുണ്ടായി. അപ്പം ബുദ്ധിയുടെ തലത്തിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെ ഒരുപാട് എതിർപ്പുകളുണ്ടായ സമയത്ത് എനിക്ക് എതിരെ കുറേ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അങ്ങനെ എനിക്കെൻ്റെ ജോലിയിൽ നിന്ന് വരെ പുറത്തു പോകേണ്ടതായിട്ട് വരുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ അങ്ങനെ വന്ന് ഞാൻ താമസിച്ചിരുന്ന സ്ഥലവും ഒക്കെ എനിക്ക് നഷ്ടപ്പെട്ട് കുറേ നാൾ അലഞ്ഞു തിരിഞ്ഞ് തെരുവുകളിലൊക്കെ കഴിയേണ്ട അവസ്ഥ ഉണ്ടായൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം അന്ന് പിന്നീട് ഒരിക്കൽ ദൈവം എനിക്ക് അത്ഭുതകരമായിട്ട്, ഞാൻ തെരുവിൽ കിടക്കുന്ന സമയത്ത് എനിക്ക് ദർശനത്തിലൂടെ ഒരു സ്ഥലം കർത്താവ് കാണിച്ചു തന്നു. 139 ഫോർട്ടിറ്റ്യൂഡ് വാലി എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് ചെല്ലാൻ ഇങ്ങനെ ദർശനത്തിൽ കണ്ട് ഞാൻ ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഞാൻ എൻ്റെ കയ്യിൽ റെസ്യൂമെയോ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർഡായിട്ട് ഒന്നുമില്ല. ഞാൻ എന്താണെന്നറിയാമല്ലോ അങ്ങോട്ട് കയറി ചെന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ അവിടെ ഞാൻ ആദ്യം കാണുന്ന വ്യക്തിയോട് ജോലിക്ക് എനിക്കൊരു ജോലി വേണമെന്ന് അങ്ങോട്ട് പറയാൻ ഒരു റിക്വസ്റ്റ് കൊടുക്കാൻ എൻ്റെ ഉള്ളിൽ പ്രേരണ കിട്ടുവാണ്. അപ്പോൾ ആളാരാന്ന് പോലും അറിയാൻ ഞാൻ അങ്ങോട്ട് ഇക്കാര്യം ചോദിക്കുന്നു. എൻ്റെ ഉള്ളിൽ കിട്ടിയ പ്രേരണയുടെ ഫലമായിട്ട് അന്ന് തന്നെ എനിക്ക് അവിടെ ജോലി കിട്ടുവാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളായിരുന്നു. അയാൾ അവിചാരിതമായിട്ട് അന്ന് അവിടെ വന്നതാണ്. രാവിലെ 8:30 കഴിഞ്ഞ സമയത്ത് എന്നോട് കർത്താവ് 8 മണി കഴിയുമ്പോൾ ആ സ്ഥലത്ത് ചെല്ലണം എന്നൊരു പ്രേരണ ഉള്ളിൽ തലേ രാത്രി തന്നതിൻ്റെ ഫലമായിട്ട് പിറ്റേ ദിവസം അവിടെ ചെന്നതാണ്. റെസ്യൂമേ ഒന്നുമില്ല. ഞാൻ ആളോട് എൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു, എൻ്റെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു, ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ റൈറ്റ് അവേ ഇൻ്റർവ്യൂവും മറ്റ് പല കാര്യങ്ങളും മറികടന്ന് ദൈവം അന്ന് ഒരു പരിഗണന ആ വ്യക്തിയിലൂടെ നൽകുവാനിടയായി തീർന്നു. പീറ്റർ എന്നാണ് ആ വ്യക്തി, പീറ്റർ ക്വിൻ ആ വ്യക്തിയുടെ പേര് ഞാനിപ്പോഴും ഓർക്കുന്നു. പിന്നെ ഫ്ലിപ്പ് ഓഫ് എ സെക്കൻഡ്, വലിയ ഉയർന്ന പൊസിഷൻ, സിറ്റിയിൽ അപ്പാർട്ട്മെൻറ്റ്, വലിയ ജോലി, ഇതെല്ലാം ദൈവം ആ സമയത്ത് ഒരുക്കിയത് ഞാൻ ഓർക്കുവാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ അനുഭവം ഞാനിന്ന് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ഈശോയെ ഈ തെരുവിലൊക്കെ കിടക്കേണ്ട അവസ്ഥ വന്നപ്പോഴേ നീ എന്തുകൊണ്ടാണ് ഇത് അനുവദിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് തന്ന ഉത്തരവാണ് സ്ട്രേഞ്ചസ്റ്റ് ആൻസർ. എന്നെ വിഷമിപ്പിച്ച, വേദനിപ്പിച്ച, ബുദ്ധിമുട്ടിപ്പിച്ച ആൾക്കാരോട് എനിക്ക് നല്ല ദേഷ്യമുണ്ടായിരുന്നു, നല്ല ദേഷ്യം. പക്ഷേ ദൈവം എന്നോട് പറഞ്ഞതെന്നറിയോ, എൻ്റെ സാന്നിധ്യം അനുഭവിച്ച് നീ ക്ഷമിക്കുന്നത് ഞാൻ കാത്തിരിക്കുമായിരുന്നു. ആ ഒരു ക്ഷമയുടെ തലം പൂർണ്ണമാകാനാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് 2-3 മാസം എടുത്തത്. പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്നത്, നമ്മളെ വേദനിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന, നമ്മളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന മനുഷ്യരുണ്ടല്ലോ ഈ ഭൂമിയിൽ, ആ വ്യക്തികൾ അവരേത് രീതിയിൽ നമ്മളോട് പെരുമാറിയാലും ഈശ്വരൻ്റെ, ദൈവത്തിൻ്റെ, യേശുവിൻ്റെ ഈ സാന്നിധ്യത്തെ സ്വീകരിച്ച് അവരോട് ക്ഷമിച്ച് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സ്, സൂപ്പർ നാച്ചുറലായിട്ടുള്ള ബ്ലെസ്സിങ്സ് നമുക്ക് മുമ്പിൽ കടന്നു വരികയാണ്, വെളിപ്പെടുകയാണ്. അങ്ങനെ
ആ ഒരു പ്രോസസ്സിനകത്തൂടെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ആത്മാവ് ലിറ്ററലി മോക്ഷത്തിനകത്തൂടെ യാത്ര ചെയ്യുകയാണ്. ഈ ഒരു അനുഭവം നൽകുവാൻ ദൈവം ഇന്ന് ഭൂമിയിൽ ഓരോ ആത്മാവിനെയും നോക്കി കാത്തിരിക്കുകയാണ്. മതമോ ജാതിയോ ഒന്നുമല്ല ദൈവത്തിന്. ദൈവം നോക്കുന്നത് തൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യത്തെ, ഈ സ്നേഹത്തെ വഹിക്കുന്ന, മോക്ഷപ്രാപ്തിയിൽ സത്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിലനിന്ന് സ്നേഹത്തിൽ ജീവിക്കുന്നവരായി, ആത്മാക്കൾക്കായി സത്യം തിരയുകയാണ്, യേശു തിരയുകയാണ്, സ്നേഹം തിരയുകയാണെന്ന്. ഇന്ന് ഈ സന്ദേശം കേൾക്കുവാൻ നിങ്ങൾക്ക് ദൈവം ഇത്രയും നേരം കൃപ നൽകിയെങ്കിൽ ആ സ്നേഹം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കട്ടെ. ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ. ദൈവം സ്നേഹമാകുന്നു, അരൂപിയാകുന്ന ദൈവം, മതമല്ല ജാതിയല്ല. അവൻ അരൂപിയാണ്, അവൻ സ്നേഹമാണ്, അവൻ കരുണയാണ്, അവൻ ഫൊർഗീവ്നെസ്സാണ്, ക്ഷമിക്കുവാൻ. അങ്ങനെ 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 ആ ഒരു ക്ഷമയുടെ പൂർണ്ണതയിൽ ദൈവനന്മകൾ സ്വീകരിക്കുവാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലസ് യു.